ഇനിയും ബെന്തിക്കോസിസം ഒരു ഉടായ്പ എന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ രോഗം വന്നാൽ മരുന്ന് കഴിക്കില്ല. ഇവിടുത്തെ ഹോസ്പിറ്റലുകളൊക്കെ പൂട്ടിപ്പോകുമല്ലോ അല്ലേ. ആസ്റ്റൺ മെഡിസിറ്റി, കാരിത്താസ്, ലേക്ക് ഷോർ, കിംസ്, ഇതൊക്കെ ഉടനെ പൂട്ടിപ്പോകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. കാരണം ദൈവത്തിന് ഡയറക്റ്റ് രോഗസൗഖ്യം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അല്ലെ ഹോസ്പിറ്റലുകളെ വെച്ചേക്കുന്നത്, ഡോക്ടർമാരെ വെച്ചേക്കുന്നതല്ലേ. ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉടനെ പൂട്ടിപ്പോകും. ഇവർ രോഗം വന്നാൽ മരുന്ന് കഴിക്കില്ല. കാരണം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവമെല്ലാം ചെയ്യും. ദൈവത്തിന് ഇതല്ല പണി. ദൈവം ഇവിടെ ഡോക്ടർമാരെ ഇരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നിങ്ങൾ ഒരു ബന്ധിക്കോസുകാർക്ക് പറയാൻ ഏതെങ്കിലും ഒരു നല്ല കോളേജുകളോ നല്ല ഹോസ്പിറ്റലുകളോ നിങ്ങളുടെ ഓണർഷിപ്പിലുണ്ടോ? കേരളത്തിലേക്ക് ക്രിസ്ത്യാനിറ്റി വന്നപ്പോൾ തന്നെ അവർ ചെയ്ത ഒരു കാര്യമാണ് നല്ല കോളേജുകൾ ഇവിടെ കൊണ്ടുവന്നു, നല്ല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു, നല്ല ഹോസ്പിറ്റലുകൾ കൊണ്ടുവന്നു അല്ലേ. ഇവിടെ കോട്ടയത്ത് തന്നെ എത്ര ഹോസ്പിറ്റലുകളുണ്ട്? നമ്മുടെ സഭകൾ റൺ ചെയ്യുന്നത് കാരിത്താസ് ഉണ്ട്, SH ഹോസ്പിറ്റൽ ഉണ്ടല്ലേ, അതുപോലെ തന്നെ CMS കോളേജ് ഉണ്ടല്ലോ അല്ലേ, SLS കോളേജ് ഉണ്ട്, SP കോളേജ് ഉണ്ട്. ഇതൊക്കെ ക്രിസ്ത്യാനിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഹിന്ദുക്കൾ പ്രൊവൈഡ് ചെയ്യുന്ന എത്ര കോളേജസ് ഉണ്ട്? NSS ഉണ്ടല്ലേ, ഭാരത് ഹോസ്പിറ്റൽ ഉണ്ടല്ലേ കോട്ടയത്ത് തന്നെ. അപ്പം ദൈവത്തിന് രോഗസൗഖ്യം കൊടുക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനും അറിയാൻ മേലാഞ്ഞിട്ടല്ലേ.